പട്ടുറുമാൽ എന്ന സംഗീത സാഗരത്തിൽ 22 മത്സരാർത്ഥികളുമായി പട്ടുറുമാൽ ഇശൽ മർഹബ നിങ്ങൾ എല്ലാവരും ചേർന്നിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. 22 മത്സരാർത്ഥികൾക്ക് ആദ്യം നൽകിയ റൗണ്ട് ഖൽബിലെ പാട്ടാണ്. ഖൽബിലെ പാട്ടുമായി ഇനി വേദിയിലെത്തുന്നത് ഫസ്ന ജമാൽ. എന്റെ പേര് ഫസ്ന ജമാൽ. ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് വരുന്നു. ഈ പട്ടുറുമാൽ എന്ന മെഗാ ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. ഫസ്ന, ഖൽബിലെ പാട്ട് ആദ്യത്തെ റൗണ്ടിലേക്ക് സ്വാഗതം. ഏത് പാട്ടാണ് ആദ്യം പാടുന്നത്? ഞാൻ പാടുന്നത് മുത്ത് റസൂലിൻ നാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനമാണ്. അത് പാടിയിട്ടുള്ളത് അഫ്സലൊക്കെയാണ്. ഓക്കെ, ഇപ്പൊ എന്തായാലും നല്ലൊരു ഗാനാലാപനം തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആലുവക്കാരുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ താങ്കളിലാണ്. അത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ആശംസകളും. റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്, മുത്ത് റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്. അഹമ്മദ് നബിയല്ലേ ഫിർദൗസിൻ മലരല്ലേ, കനിവിൻ കുളിരായി കഴുകിയ നൂറല്ലേ, കനിവിൻ കുളിരായി കഴുകിയ നൂറല്ലേ. മുത്ത് റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്. മുത്ത് റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്. അഹമ്മദ് നബിയല്ലേ ഫിർദൗസിൻ മലരല്ലേ, കനിവിൻ കുളിരായി കഴുകിയ നൂറല്ലേ, കനിവിൻ കുളിരായി കഴുകിയ നൂറല്ലേ. തന്നോരേ തിന്മകളെ തീർത്തോരേ, പുണ്യറസൂൽ യാസീനേ, പുണ്യറസൂൽ യാസീനേ. മുത്ത് റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്. അഹമ്മദ് നബിയല്ലേ ഫിർദൗസിൻ മലരല്ലേ, കനിവിൻ കുളിരായി കഴുകിയ നൂറല്ലേ, കനിവിൻ കുളിരായി കഴുകിയ നൂറല്ലേ. മുത്ത് റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്. അഹമ്മദ് നബിയല്ലേ ഫിർദൗസിൻ മലരല്ലേ, കനിവിൻ കുളിരായി
ഫസ്ന എങ്ങനെ നന്നായി പാടിയെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലാതെ പാടി. എന്തായാലും പ്രേക്ഷകർക്ക് ഏറെക്കുറെ പരിചിതമായ ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ജഡ്ജസ് കമന്റ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഫിറോസ് കാ, നല്ല ശബ്ദം കേട്ടോ, നല്ല വോയിസ്, നല്ല പവർഫുൾ വോയിസ്, അത് മെയിൻറ്റെയിൻ ചെയ്യുക. പാടിയതിൽ കുറേ പെർഫെക്ഷൻ കുറവ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. റസൂലിൻ നാട്, നിറയും നാട്, അങ്ങനെ 2 സ്ഥലമല്ലേ? മുത്ത് റസൂലിൻ നാട് ഒന്ന് പാടിയുമ്പോൾ മുത്ത് റസൂലിൻ നാട് മനസ്സിൽ നിറയും നാട്. ഇപ്പൊ ആ നാട് വന്നു. നേരത്തെ അത് മോള് വൺസ് പാടി, ട്വൈസ് പാടി, പിന്നെ ത്രൈസ്, അങ്ങനെ 1 വട്ടം 2 വട്ടം 3 വട്ടം പാടുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. മുത്ത് റസൂലിൻ നാട് 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 എന്നുള്ള സംഗതിയില്ലേ, അതിങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു പല സ്ഥലത്തും. അവസാനമായപ്പോൾ അത് ഒരു പ്ലെയിൻ ഫീൽ കിട്ടി. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, വേറെ ഒരു സൊല്യൂഷനുമില്ല അല്ലേ? പിന്നെ ചരണത്തിലൊന്ന് സംശയിച്ചു തുടങ്ങാൻ. സംശയിച്ചോ? സംശയിച്ചു. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? നമ്മൾ പാടുമ്പോൾ, പ്ലാറ്റ്ഫോമിൽ പാടുമ്പോൾ നമ്മുടെ തിങ്കിങ് വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, പാട്ടിലായിരിക്കണം. അവിടെ വേണം നമ്മളുടെ മനസ്സും എല്ലാം, ഓർമ്മയും എല്ലാം കേട്ടോ. അതും ശ്രദ്ധിക്കുക. ഇനി വരുന്ന റൗണ്ടുകളിലൊക്കെ നല്ല പാട്ടെടുത്ത് പഠിക്കുക, വരിക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക. ഇനി ആരോട് ചോദിക്കാം? അമ്പിളി ചേച്ചി വേണോ, അബൂട്ടി മാഷ് വേണോ? അബൂട്ടി മാഷിന്റെ അടുത്ത് ചോദിക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ അതുപോലെ അനുസരിച്ചിരിക്കുകയാണ്. കമന്റ്സ് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്ന, നല്ല പാട്ട്, സെലക്ഷൻ അടിപൊളി. പല സ്ഥലത്തും പിച്ച് പ്രവാച രാജ എന്ന് ഏറിയ ആ സ്ഥലം, വിളങ്ങിയ ഈ സ്ഥലങ്ങളൊക്കെ പിച്ച് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ലാൻഡിങ് നോട്ട്, ആ പുണ്യ റസൂൽ യാസീനെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് പാടും. പുണ്യ റസൂൽ യാസീനെ, പുണ്യ റസൂൽ യാസീനെ. ഇപ്പൊ കറക്റ്റ് പാടി. നേരത്തെ പാടിയപ്പോ യാസീനെ ഔട്ടായി പോയി. ശ്രദ്ധിച്ചിരുന്നത്? അത് മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. തെറ്റുകൾ മനസ്സിലാക്കുക, എന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, പാടുക. അപ്പൊ എവിടെയെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളത് മോൾക്ക് നീ കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബൂട്ടി മാഷെ. നമുക്കിനി അമ്പിളി ചേച്ചിയോട് ചോദിക്കാം അല്ലേ? അമ്പിളി ചേച്ചി, എന്താണ് ഖൽബിലെ പാട്ടിന് എന്ത് പറയുന്നു? ഫസീന, ഇവര് രണ്ടുപേരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു അതിന്റെ ഡ്രോബാക്സ് എന്നുള്ളത്. പക്ഷെ ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഫസീനയിൽ ഒരു നല്ല സിംഗർ ഉണ്ട്. എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടാകാവുന്ന ഒരു സിംഗറാണ് ഫസീന. നല്ല വോയിസ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു വലിയ സിംഗർ ആവണം എന്ന് ഞാൻ പറയുന്നു. എന്ന് വെച്ചാൽ അത് യു ക്യാൻ അച്ചീവ്. നല്ല സിംഗർ ആവും എന്നുള്ളത് ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ്, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രം. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ല സിംഗർ ആവാനായിട്ടുള്ള എയിം വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഇനി എന്തായാലും ജഡ്ജിംഗ് പാനലിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, ഹംസക്കയാണ്. ഹംസക്ക, എന്ത് പറയുന്നു ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച്? പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പാടാൻ, ശബ്ദം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. ജഡ്ജസ് ഒക്കെ പറഞ്ഞത് നല്ല വോയിസ് ആണ്, എന്നാലും പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഈ സിംഗിങ് വേണ്ട, ഈസി സിംഗിങ് ആവാം അല്ലേ ഫിറോസ്ക? അപ്പൊ എന്തായാലും ഫിറോസ്ക എന്ത് മാർക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പെർഫോമൻസിനായി? ഫസ്നയ്ക്ക് ഞാൻ 23 മാർക്കാണ്. 23 മാർക്കാണ് 30 നൽകുന്നത്. അമ്പിളി ചേച്ചി എത്ര മാർക്കാണ് 30 ഈ ഒരു പെർഫോമൻസിന് നൽകുന്നത്? 23. വീണ്ടും അതേ മാർക്ക്. 30 23, 2 പ്രാവശ്യം. ഇനി 30 എത്ര മാർക്കാണ് അബൂട്ടി മാഷ് നൽകുന്നത്? 23. വീണ്ടും 23 അടിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും 23ക്ക് വകുപ്പില്ല. എന്നാലും ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണ് ഹംസക്ക നൽകുന്നത്? 7 മാർക്ക്. സന്തോഷമായോ? ഗ്രാൻഡ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് ഔട്ട് ഓഫ് 100 76 ആണ്. 76 മാർക്ക്. ഓക്കെ, സന്തോഷം ഇത്തിരി കുറവുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സന്തോഷത്തിന്റെ കുറവിന്റെ കാരണവും അറിയാം. അപ്പൊ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യാം. നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നല്ല പാട്ട് സെലക്ഷനും ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്.